സോഷ്യൽ മീഡിയയിലൂടെ കേട്ട ഒരാളുടെ അനുഭവ കഥ പറയാം ഞാൻ. കോഴിക്കോടുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ കൊച്ചിയിലേക്ക് പോവുകയാണ്. ഒരുപാട് നാളത്തെ പരിചയമുള്ള അവർ ഈ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. വീട് വളരെ ചെറിയൊരു വീടായിരുന്നു. ഒരു കൂരപ്പുര, ഓലമേഞ്ഞ ആ കൂരപ്പുര. ഇതുകൊണ്ടായിരിക്കും തൻ്റെ കൂട്ടുകാരൻ തന്നെ ഇതിനു മുമ്പ് അങ്ങോട്ട് ക്ഷണിക്കാത്തത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി. എന്നാൽ കൂട്ടുകാരനോട് ഇതൊന്നും പറയാതെ അവർ സന്തോഷത്തോടെ തന്നെ അവിടുന്ന് അദ്ദേഹം തിരിച്ചു പോന്നു. കൊച്ചിയിൽ നിന്നും അദ്ദേഹം കോഴിക്കോടേക്ക് മടങ്ങുമ്പോൾ വഴിമധ്യേ മറ്റു 2 കൂട്ടുകാരെ കണ്ടുമുട്ടുന്നു. ട്രെയിനിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. സംസാരത്തിനിടയിൽ ഈ കൂട്ടുകാരൻ്റെ കഥകളൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. കൂട്ടുകാരിൽ ഒരാൾ അല്പം ധനികനായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ഈ കൂട്ടുകാരന് ഒരു ചെറിയ വീട് പണിത് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. സംസാരത്തിൽ ഇവരുടെ അഡ്രസ്സുകളൊക്കെ കൈമാറുന്നൊക്കെയുണ്ട്. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം കൊച്ചിയിലുള്ള ഈ കൂട്ടുകാരൻ ഇദ്ദേഹത്തെ വിളിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരൻ വന്നിരുന്നു, എനിക്കൊരു ചെറിയ വീട് പണിത് തന്നു. ഞങ്ങളുടെ സ്നേഹവും സൽക്കാരവും ഒന്നും ഏറ്റുവാങ്ങാതെ അദ്ദേഹം പെട്ടെന്ന് തിരിച്ചുപോയി. അദ്ദേഹത്തോട് പറയണം, ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും പ്രാർത്ഥനയും ഞങ്ങളുടെ സന്തോഷമൊക്കെ അവരെ അറിയിക്കണം. ഇത് കേട്ട ഈ കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ വിളിക്കുന്നു. അങ്ങോട്ട് പോകുമ്പോൾ എന്നെ കൂടി വിളിക്കാമായിരുന്നില്ലേ? എന്തേ എന്നെ അത് അറിയിച്ചില്ല? കൂട്ടുകാരൻ ചോദിച്ചു. എന്ത്? എൻ്റെ കൂട്ടുകാരന് വേണ്ടി ഒരു ചെറിയ വീട് പണിത് കൊടുത്തില്ലേ? ഇല്ലല്ലോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നായിരുന്നു കൂട്ടുകാരൻ്റെ മറുപടി. അപ്പോഴാണ് ഇദ്ദേഹം ആലോചിക്കുന്നത്, പിന്നെ ആരായിരിക്കും എൻ്റെ കൂട്ടുകാരന് ആ കൊച്ചു വീട് പണിത് കൊടുത്തത്? ആരായിരിക്കും അത്? അത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ സുഹൃത്തായിരുന്നു. വളരെ സാധാരണക്കാരനായ LP സ്കൂളിലെ അധ്യാപകനായ അദ്ദേഹമാണ് ഈ കൂട്ടുകാരന് ചെറിയൊരു വീട് പണിത് കൊടുത്തത്. ഒരാളുടെ വിഷമം കേൾക്കുമ്പോൾ മനസ്സിൽ അനുകമ്പ തോന്നുകയും കനിവ് വരികയുമൊക്കെ ചെയ്യുന്ന ആ ഹ്യൂമാനിറ്റി ഉണ്ടല്ലോ, അതുതന്നെയാണ് നമ്മളും നമ്മുടെ മഹലിലെ വളരെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സ്നേഹസ്പർശം എന്ന പദ്ധതിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആളുകളുടെ ബുദ്ധിമുട്ട് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ തോന്നുന്ന ഹ്യൂമാനിറ്റി ഒരു സ്പർശനം നൽകുന്നതിനും ഒരു കുടുംബത്തെ രക്ഷിക്കുന്നതിനും നമ്മളുടെ കൂടെ നിൽക്കുന്നു. ഇത്തരം ഒരുപാട് നല്ല പ്രവർത്തനങ്ങളായി വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.